ആറാം ദിവസവും യാത്രക്കാരെ വലച്ച് ഇൻഡിഗോ വിമാന സർവീസുകളിലെ പ്രതിസന്ധി തുടരുന്നു. കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി സർവീസുകൾ ഇന്നും റദ്ദാക്കി. പ്രതിസന്ധി തുടരുമ്പോഴും ഭൂരിഭാഗം സർവീസുകളും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇൻഡിഗോയുടെ വിശദീകരണം. ആറാം ദിവസവും പല നഗരങ്ങളിലും ഇൻഡിഗോ വിമാനങ്ങൾ പറന്നില്ല. കേരളത്തിൽ നിന്നടക്കമുള്ള 400ഓളം വിമാന സർവീസുകളാണ് രാജ്യമെമ്പാടും ഇൻഡിഗോ ഇന്ന് റദ്ദാക്കിയത്. പ്രവർത്തനം സാധാരണ നിലയിലായെന്ന് ഇൻഡിഗോ അവകാശപ്പെടുമ്പോഴാണ് കൂട്ടറദ്ദാക്കൽ തുടരുന്നത്. സർവീസ് നടത്തുന്ന 138 ഇടങ്ങളിൽ 135 പുനഃസ്ഥാപിച്ചതായാണ് ഇൻഡിഗോ വക്താവ് അറിയിച്ചത്. ഇന്ന് മാത്രം 1500-ലധികം സർവീസുകൾ നടത്താനാകുമെന്നും പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. അതിനിടെ ഇൻഡിഗോ സിഇഒയും അക്കൗണ്ടബിൾ മാനേജരും നൽകിയ വിശദീകരണത്തിൽ DGCAക്ക് തൃപ്തിയില്ലെന്നാണ് വിവരം. ഡ്യൂട്ടിയിലും വിശ്രമത്തിലും അടക്കം വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയിച്ചിട്ടും വേണ്ട തയ്യാറെടുപ്പ് നടത്താത്തത് വീഴ്ചയെന്നാണ് DGCA വിലയിരുത്തൽ. പ്രശ്നം മുതലെടുത്ത് മറ്റ് വിമാന കമ്പനികൾ വിമാന നിരക്ക് ഉയർത്തിയ വിഷയമടക്കം പരിശോധിക്കാനാണ് പാർലമെന്ററി സമിതിയുടെ തീരുമാനം. ഇതിനായി എല്ലാ വിമാന കമ്പനി അധികൃതരെയും DGCA പ്രതിനിധികളെയും വിളിപ്പിച്ചേക്കും. ഇന്ന് രാത്രി 8 മണിക്ക് മുമ്പ് റദ്ദാക്കിയ എല്ലാ യാത്രക്കാർക്കുള്ള പണവും തിരിച്ചു നൽകണമെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. യാത്രാ പ്രതിസന്ധി ലഘൂകരിക്കാൻ അടുത്ത 3 ദിവസങ്ങളിൽ കൂടി എല്ലാ സോണുകളിലുമായി 89 പ്രത്യേക ട്രെയിൻ സർവീസുകൾ റെയിൽവേ ആരംഭിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.